ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോളിഫ്ലവർ മസാലയാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല ടേസ്റ്റിയായ കോളിഫ്ലവർ മസാല തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ 480 ഗ്രാം തൂക്കമുള്ള ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്കിത് എത്ര വലുപ്പത്തിലാണോ കട്ട് ചെയ്തെടുക്കേണ്ടത് അത്ര വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. കറി വെക്കാൻ ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് പെട്ടെന്ന് അതിലേക്ക് മസാലയൊക്കെ പിടിക്കുക. അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ അതൊക്കെ. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ പ്രാണികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം നല്ല ചുടുവെള്ളത്തിലിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത കോളിഫ്ലവർ ഇതിലിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ശേഷം നമുക്കിത് നല്ല പോലെ ഒന്നും കൂടെ കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങിയ ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കരുത്, ചതച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നൈസായി കട്ട് ചെയ്ത ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ വലിയൊരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി പച്ചമുളകൊക്കെ നല്ല പോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇനി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വഴറ്റിയെടുത്ത ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം അധികം ഒഴിച്ച് കൊടുക്കേണ്ട, നമ്മളിത് മസാലയായിട്ടാണ് തയ്യാറാക്കുന്നത്, കറിയായിട്ടല്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശേഷം നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ തുറന്ന് ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. ഇനി ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിത് വേവായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല പോലെ കോളിഫ്ലവർ വെന്തതിന് ശേഷം മാത്രം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കാരണം പിന്നീട് ഒരുപാട് ടൈം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോവും. അപ്പം നല്ല പോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്തെങ്കിലുള്ളൂ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പം നമ്മുടെ കറി കുക്കായിട്ടുണ്ട്, 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വീട്ടുമുറ്റത്തിലെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിൽ മാത്രം കടയിലുള്ളത് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നിങ്ങൾക്ക് കുറച്ച് കറിയോട് കൂടിയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു മസാലക്കറിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.